ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പ് ഉളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 11 അധ്യായം 20 തിരുലിഖിതം. വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമുക്ക് ഇപ്പോൾ ഏക മനസ്സോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആഗതനാകാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായത്തിൽ 44 തിരുലിഖിതം. എൻ്റെ പിതാവ് ആകർഷിക്കുന്നവരല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ സാധ്യമല്ല. എൻ്റെ അരികിൽ വരുന്നവനെ അവസാന വിധി ദിവസം ഞാൻ ഉയർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അരികിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഒന്ന് ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല തരത്തിലുള്ള വിപരീത ശക്തികളും കൂട്ടത്തോടെ വിട്ടുമാറിപ്പോകും. രോഗങ്ങളുടെ ആധിപത്യങ്ങൾ ശരീരങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും ഉണ്ടാകും. ചെറിയ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിനെ നൽകി ഈശോ അഭിഷേകം ചെയ്യും. വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധി, അവരുടെ ജീവിതത്തിൻ്റെ ദുർസ്വഭാവങ്ങൾ, വികടബുദ്ധി, കീടബുദ്ധി, എതിർചിന്ത, നിർബന്ധ ബുദ്ധി, ദുർവാശി, പിടി സ്വഭാവം ഇതെല്ലാം വിട്ടുമാറുന്ന അത്ഭുത ഡെലിവറൻസ് ഈ ഒരു സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കും. സഹോദരങ്ങളെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ കാതുകളും ജീവിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അർപ്പിക്കുവിൻ എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഒന്ന് ഉത്ബോധനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായി ഇന്ന് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ 2 ദിനവൃത്താന്തം 20 അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഒരച്ഛൻ വചന സന്ദേശം നൽകുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ സ്വീകരിച്ചാൽ അവിടെ ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. 10 വർഷം മുമ്പ് എൻ്റെ ഇടത്ത് ചെവിക്ക് വേദനയുണ്ടായി. ആ വേദനയുണ്ടായ സമയത്ത് ചെവിയിൽ നിന്ന് പഴുപ്പ് പോവുകയും ഡോക്ടർമാരെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം വിദഗ്ധമായ ചികിത്സയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടുന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇടത്ത് ചെവിയുടെ പാട ഓട്ട പിടിച്ചു പോയതിനാൽ ഇടത് ചെവിയുടെ ഡയഫ്രം മുഴുവൻ ദ്വാരം വീണ് പോയി എന്ന് പോയി. അതുകൊണ്ട് ആ ചെവി ഇനി കേൾക്കുകയില്ല, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയാവും. ഇല്ലേ 10-60 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി ഒരു ചെവി കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ തമാശ പറഞ്ഞെന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സാരില്ല ചേട്ടാ, ഒറ്റ ചെവിയൊക്കെ അങ്ങോട്ടും അത് ഒരു ചെവി കൊണ്ട് ജീവിക്കുക. ഏതൊക്കെയാലും കുറേ കാലം കഴിഞ്ഞപ്പോൾ വലത്തെ ചെവിക്കും കേൾവി നഷ്ടപ്പെടാൻ തുടങ്ങി. എന്തു പറഞ്ഞാലും അടുത്തിരുന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും ഇന്നലെ അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ 2 കൈയും ഇങ്ങനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രസംഗിക്കുന്നതും പറയുന്നതും ഒക്കെ കേൾക്കാനുള്ള ശക്തി തമ്പുരാൻ തൽക്ഷണം അവിടെ വെച്ച് ഈശോ അങ്ങോട്ട് സുഖപ്പെടുത്തി. നിങ്ങളിപ്പോൾ കൈ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ ചെവിയിൽ ഇങ്ങനെ കൈ അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ഈശോ സുഖപ്പെടുത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൊട്ട് കേൾക്കാൻ പറ്റും. അത് ആ സമയത്ത് എൻ്റെ ഈ പോയ ചെവിക്ക് ഒരു വേദന അനുഭവപ്പെട്ടു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേദന അനുഭവപ്പെട്ടു.
ആ വേദന ഇവിടുന്ന് ബസ് കയറി ഞാൻ ധ്യാനം കഴിഞ്ഞ് പോയി വീട്ടിൽ ചെന്നപ്പോൾ അത് ശക്തമായി കൂടി. എൻ്റെ ദൈവമേ, ചെവി കേട്ടതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയല്ലോ ഇപ്പോൾ വേദന എന്ന് എനിക്ക് തോന്നി. ഏതായാലും ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് നിന്ന് 12 മണിയായപ്പോൾ കൊന്ത ചെല്ലിയതിന് ശേഷം അല്പം കുറവ് കിട്ടി ഞാൻ കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ എനിക്ക് എന്തോ ഒരു അരളിപ്പാൽ പോലെ തോന്നി. നിൻ്റെ ചെവിയുടെ പരിപൂർണമായ വേദന അച്ഛൻ മാറ്റിത്തരും. അച്ഛനോട് പ്രത്യേകം പറയുക. അച്ഛനും തലയ്ക്ക് പിടിച്ചാൽ അത് 100% വിജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഈ ചെവിക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ട എത്ര വർഷമായിട്ട് കേൾവിശക്തി നഷ്ടപ്പെട്ട? 10 വർഷത്തോളമായി കേൾവിശക്തി നഷ്ടപ്പെട്ടതാണ്. ഇന്നലെ ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് സൗഖ്യമുണ്ടായി. ഈശോ അങ്ങനെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചില്ലേ? കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി ആവസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ തരത്തിലുള്ള കാലഘട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പല വിപരീത ശക്തികളുടെ ഉപദ്രവങ്ങളോ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ രോഗികളായ ദൈവമക്കളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി നിറയാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ജാതി മതഭേദ വ്യത്യാസമില്ലാതെ സർവ്വ മക്കളുടെ മേലും പിതാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി വ്യാപരിക്കാൻ ഇടവരുത്തുന്ന സമയമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തെ സ്വീകരിക്കുക. യേശുവേ, അവിടുന്ന് എൻ്റെ പാപങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങൻ്റെ പാപപരിഹാര ബലിയാണ്. അവിടുന്ന് എൻ്റെ രക്ഷകനാണ്. അങ്ങയുടെ നാമത്തിൽ സൗഖ്യമുണ്ട്. അങ്ങയുടെ നാമത്തിൽ പിശാചുകൾ ഞെട്ടിവിറച്ച് ഓടിപ്പോകുന്നു. അങ്ങയുടെ നാമത്തിൽ മാരകവ്യാധികൾ വിട്ടുമാറും. അങ്ങയുടെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങി അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ സമയം 2 കരങ്ങളും തുറന്ന് പിടിച്ച് പാട്ടുപാടി ആരാധിക്കുന്ന ഈ സമയത്ത് സമൂഹം മുഴുവൻ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ, യേശുവേ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. വിശ്വാസത്തോടെ ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കർത്താവേ, ഈ ആരാധനാ സമൂഹത്തിന്റെ മേൽ വചനം ശ്രവിക്കാൻ അങ്ങ് വിളിച്ചുകൂട്ടിയിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ മേൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തിരുവള്ളമാകണമേ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ, പിശാചുകൾ വിട്ടുപോകട്ടെ, കണ്ണുനീർ നീങ്ങട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. തിരുരക്തത്താൽ മോചിതരാകട്ടെ, പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. യേശുവിൻ തിരുരക്തത്താൽ മോചിതരാകട്ടെ, പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ. ക്രൂശിൻ കീഴെ തിന്മകൾ കത്തി
കത്തിച്ചാമ്പലാകട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതരാകട്ടെ. ക്രൂശിൻ കീഴെ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ശക്തിയെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ തൊടണമേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ എഴുന്നേൽപ്പിക്കണമേ. മാരക വ്യാധികൾ വിട്ടുപോകട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ. തീരാവ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ. ചികിത്സ ഫലിക്കാതെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. സ്നേഹമുള്ള യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇന്ന് ഈ നിമിഷം കണ്ണുനീരോട് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സർവ്വ മക്കളുടെ മേലും വലിയ സ്വർഗീയ സൗഖ്യങ്ങൾ നിറയട്ടെ. അത്ഭുതങ്ങൾ നിറയട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ദുർശക്തികൾ വിട്ടുപോകട്ടെ. ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കൃപ നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 20-ാം വാക്യം പഠിപ്പിക്കുകയാണ്. വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പ് ഉളവാക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിലേക്ക് പല പുസ്തകങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുന്ന ഒരു പ്രത്യേക പീഡയാണ് നിർബന്ധ ബുദ്ധി, എതിർബുദ്ധി, വികടബുദ്ധി. വികടബുദ്ധി. ചില ആളുകൾ ഒരു ദൈവരാജ്യ സന്ദേശത്തെ കേട്ടാൽ, ഒരു ദൈവരാജ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കേട്ടാൽ, ഒരു സ്വർഗരാജ്യ ദൂത് അറിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ മറുത്തു സംസാരിക്കുക. അത് അങ്ങനെ ചെയ്ത് എന്തുണ്ടാവും? ഉദാഹരണത്തിന് പറയാണ്, ഇതാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഉടനെ വികടബുദ്ധിയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉടനെ വയ്ക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഈ മെഡിക്കൽ കോളേജൊക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഈ മദർ തെരേസയൊക്കെ മരിച്ചു പോയത് സുഖപ്പെടുത്തിക്കൂടായിരുന്നോ? ഇതാണ് വികടബുദ്ധിയുടെ ആത്മാവ്. വികടബുദ്ധിയുടെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഞാനും നിങ്ങൾ സന്നിഹിതരായിരിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും വികടബുദ്ധി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് തലപൊക്കി അതിങ്ങനെ കടന്ന് പടയാൻ തുടങ്ങും. അതിങ്ങനെ വികടബുദ്ധി, വികടചിന്തകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വികടബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, വികടതയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ,
നമുക്കായി കാത്തിരിക്കുന്നത് എന്ത് എന്ന് ദൈവവചനം അനുസരിച്ച് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള ദീർഘലിഖിതങ്ങളിൽ 2-3 തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവത്തെ ദൈവവചനം ചിത്രീകരിക്കുന്നുണ്ട്. താലന്തുകളുടെ ഉപമ. അവിടെ ഒരു വലിയ യജമാനൻ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കുറേ സമ്പത്ത് ഭൃത്യന്മാരെ ഏൽപ്പിക്കുന്ന രംഗമാണത്. ഒരാളെ വിളിച്ചിട്ട് 5 താലന്ത് അങ്ങോട്ട് കൊടുത്തു. വേറൊരു ഭൃത്യനെ വിളിച്ചിട്ട് 2 താലന്ത് കൊടുത്തു. ഇനിയും ഒരു ഭൃത്യനെ വിളിച്ചിട്ട് 1 താലന്ത് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, ഓരോരുത്തരെയും കുറിച്ചുള്ള യജമാനൻ്റെ നിശ്ചയമനുസരിച്ച് താലന്തുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് യജമാനൻ പോയി. ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പലതരത്തിൽ ചിന്തകളാണ്. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അവനവൻ്റെ ഉള്ളിലെ ചിന്താഗതി അനുസരിച്ചാണ് നമുക്കത് അനുഗ്രഹമായിട്ടോ നമുക്കത് നാശമായിട്ടോ രൂപാന്തരപ്പെടുന്നത്. 5 താലന്ത് കിട്ടിയവന് സന്തോഷമായി. തെളിഞ്ഞ ബുദ്ധിയുള്ള ആളാ. ആ തെളിഞ്ഞ ബുദ്ധിയുള്ള ആൾ എന്ത് ചിന്തിച്ചു? ഓ, എൻ്റെ യജമാൻ എനിക്ക് 5 താലന്ത് തന്നു, ഞാൻ പോയി എൻ്റെ യജമാനു വേണ്ടി കഷ്ടപ്പെടും, ഞാൻ പോയി എൻ്റെ കഴിവനുസരിച്ച് ജോലി ചെയ്യും എന്ന് പറഞ്ഞ് 5 താലന്ത് കൊണ്ട് പോയി പകൽ ചത്ത് പണിയെടുത്ത് യജമാനൻ തിരിച്ചു വന്നപ്പോൾ ഓടി വന്ന് പറഞ്ഞു, യജമാനനെ, അങ്ങ് എനിക്ക് 5 താലന്താണല്ലോ തന്നത്, ഇതാ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു, ഇതാ നോക്കൂ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അനുഭവങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. യജമാനന് വലിയ സന്തോഷമായി. യജമാനൻ പറഞ്ഞു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ ഭൃത്യാ, നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞ് വലിയ ബ്ലെസ്സിങ്, വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതം അദ്ദേഹത്തിനാണ് കൊടുത്ത്. അതാണ് നിഷ്കളങ്ക ഹൃദയർ ദൈവത്തെ സന്തോഷിപ്പിക്കും. അദ്ദേഹത്തിന് തെളിഞ്ഞ ബുദ്ധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനനെ സന്തോഷിപ്പിച്ചു. 2 താലന്ത് കിട്ടിയവന് അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ കീടബുദ്ധി ഒരുവനുണ്ടായിരുന്നു. അവൻ 1 താലന്ത് കിട്ടിയവനായിരുന്നു. അവൻ പതുങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ അവൻ യജമാനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യജമാനൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ 1 താലന്ത് കിട്ടിയവൻ വന്നിട്ട് അവനെ പീഡിപ്പിച്ച വികട ചിന്തകളെല്ലാം കൂടി അവൻ യജമാനൻ്റെ മുമ്പിലേക്ക് കോരിച്ചൊരിയുകയാണ്. 24-25 വാക്യങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വായിച്ച് കേൾക്കാം. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എൻ്റെ താലന്ത് കുഴിച്ചിട്ട്. നോക്ക് അവൻ്റെ ചിന്താഗതി കണ്ട. യജമാനൻ ഒന്നും പറഞ്ഞില്ല, താലന്തുകൾ കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ആ താലന്ത് കിട്ടി കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുകയാണ്, ഇത് നല്ല പണിയാണല്ലോ, മൂപ്പര് ചുമ്മാ ഇരിക്കുക നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അത് നടക്കണ കാര്യമല്ല, ഞാൻ പണിയെടുക്കാൻ പോകണില്ല. ഇങ്ങനെ പല വികട ചിന്തകൾ, പല എതിർ ചിന്തകൾ, യജമാനൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്ന പല ചിന്തകൾ കൊണ്ട് ഈ മനുഷ്യൻ പീഡിതനായി. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കണം, ഈ യജമാനൻ തിരിച്ചു വരുന്നവരെ ഒരു ചെറുവിരൽ അവൻ അനക്കിയില്ല. അവൻ അതോടെ കുഴിച്ചിട്ട് എന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആകെ പിടിവിട്ടു പോയത്. മറ്റുള്ളവരൊക്കെ വന്ന് ആഹ്ലാദത്തോടെ അവരുടെ ജീവിതത്തിലെ സന്തോഷം അവർ പങ്കുവെച്ച്, അപ്പോൾ ഇദ്ദേഹത്തെ പീഡിപ്പിച്ച കീടചിന്തകളെല്ലാം കൂടി പറയും, നീ വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനും നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനുമാണെന്ന് ഞാൻ ചിന്തിച്ച്. ഇതാണ് വികടബുദ്ധിയുടെ പ്രത്യേകത. ഇതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല, തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ കീടബുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ പള്ളിയിലിരിക്കുമ്പോൾ, നിങ്ങൾ ആ കുർബാനയ്ക്കിരിക്കുമ്പോൾ, നിങ്ങൾ ആ കുമ്പസാര കൂട് കാണുമ്പോൾ, നിങ്ങൾ ആത്മീയ ശുശ്രൂഷകൾ കാണുമ്പോൾ, നിങ്ങൾ വചനപ്രഘോഷണം കാണുമ്പോൾ, നിങ്ങൾ ദേവദാസന്മാരെ കാണുമ്പോൾ, ശുശ്രൂഷകരെ കാണുമ്പോൾ, തിരുസഭയെക്കുറിച്ച് കേൾക്കുമ്പോൾ, മാർപ്പാപ്പയെ കാണുമ്പോൾ, ബിഷപ്പുമാരെ കാണുമ്പോൾ, നിങ്ങൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വികടതയുടെ ആത്മാവുണ്ടെങ്കിൽ അത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മളെ നയിക്കുന്നത് ഒരു നിസ്സാര നാശത്തിലേക്കല്ല. തുടർന്നുള്ള വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ബാക്കി 2 പേര്
തെളിഞ്ഞ ബുദ്ധിയുള്ളവര് അവര് യജമാനന്റെ ആ ഒരു ആത്മാവിനോട് ചേർന്ന് അധ്വാനിച്ചു, സന്തോഷിച്ചു, തുള്ളിച്ചാടി, ഓടി നടന്നു, രാവും പകലും ഉറക്കൊഴിച്ചും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ വേല ചെയ്തു. തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് മുഴുവൻ ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ളൊരു കൃപയാണ് അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വലിയ വാഗ്ദാനങ്ങളും വലിയ അനുഗ്രഹങ്ങളും സ്വർഗം നൽകുകയാണ്. എന്നാൽ വികടബുദ്ധി പീഡിപ്പിച്ച ഈ ദൈവ പൈതലിനെ കുറിച്ച് നമ്മൾ തുടർന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്നുള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയും, അവനെ കൈയും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക എന്ന കൽപ്പനയാണ് യജമാനിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് വിശുദ്ധരികൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവൻ്റെ കൈയും കാലും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രയോജനമില്ലാത്ത ഭൃത്യൻ ആയി മാറിയത് എന്തുകൊണ്ട്? 3 പേരും ഒരുപോലെ അല്ലായിരുന്നു യജമാന്റെ സന്നിധിയിൽ. 3 പേരെ യജമാനൻ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചിരുന്നില്ലേ? എന്നാൽ എങ്ങനെയാണ് ആ ഒരു മകൻ, ആ ഒരു ദൈവ പൈതൽ നാശത്തിന്റെ കൈപ്പറിയാൻ ഇടവന്നത്? അവനെ പീഡിപ്പിച്ചിരുന്ന വികടബുദ്ധി, അവനെ പീഡിപ്പിച്ചിരുന്ന വികടചിന്ത. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 20-ാം വാക്യം പഠിപ്പിക്കുകയാണ്: വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേപോലെ മറ്റു 2 വ്യക്തികളെ കാണുന്നുണ്ട്. വികടബുദ്ധി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവത്തിൻ്റെ മുമ്പിൽ തെളിഞ്ഞ ബുദ്ധിയുള്ള മറ്റൊരു മനുഷ്യനെയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ തിരുലിഖിതങ്ങൾ. അവിടെ യേശുവിൻ്റെ കുരിശ് മരണമാണ്. ഈശോ ഗാഗുൽത്താ മലയിൽ ശരീരമാസകലം തകർന്ന് ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന് പിടഞ്ഞ് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കുരിശിൻ്റെ ഇരുവശങ്ങളിലായി 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവനും മരണത്തിൻ്റെ വക്കത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവും വളരെ ക്ലേശത്തിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ഈ യേശു അദ്ദേഹത്തിന് ഒരു ദോഷം ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കണം. പക്ഷെ ആ കുരിശി കടന്ന് അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും അദ്ദേഹത്തിന്റെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞെന്താ? നീ ക്രിസ്തുവല്ലേ, നീ ഇത്ര നാളെ വലിയ കാര്യം വീമ്പൊക്കെ അടിച്ച് നടന്നല്ലോ, നീ എന്തോ ഇപ്പൊ ഇങ്ങനെ കടന്ന് കിടക്കണത്? യേശു ക്രിസ്തുവിനെ ചീത്ത വിളിക്കുക, യേശു ക്രിസ്തുവിനെ ദുഷിച്ച് പറയുക. എന്നിട്ട് പറയുകയാണ്, നീ ക്രിസ്തുവല്ലേ, നിന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. ഇതാണ് വികടബുദ്ധി. വികടബുദ്ധി ഉണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും പുറത്തു വരും സഹോദരങ്ങളെ. അത് മരിക്കുന്ന മുമ്പാണോ, വാർദ്ധക്യത്തിലാണോ, കയ്യും കാലും അനങ്ങാത്ത സമയമാണോ, അത് രോഗക്കിടക്കയിലാണോ, ഒന്നൊരു വിഷയമല്ല, എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും. ഇദ്ദേഹത്തിനുള്ളിൽ വികടബുദ്ധി ഉണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയേ, സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുമോ? ആ വികടബുദ്ധിയുടെ ആത്മാവ് അത്രമാത്രം പീഡിപ്പിക്കുന്ന ഒരു ആത്മാവാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ കുരിശിൻ്റെ അപ്പുറത്ത് കടന്ന അതേപോലെ വേദന സഹിക്കുന്ന മറ്റൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 40-41 തിരുലിഖിതങ്ങൾ. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന കൃപയുടെ ആ നല്ല വാക്കുകൾ. 2 പേരും ഒരേപോലെ വേദന സഹിച്ച് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുകയാണ്. 2 പേർക്കും ഒരേപോലെ യേശു സമീപസ്ഥനാണ്. ഒരാളിൽ വികടബുദ്ധി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് നിത്യനാശം വിളിച്ചു വരുത്തുകയാണ്.
അവരിൽ ആ തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിരുന്നത്. കാര്യം കള്ളനാണെങ്കിലും ആരും എന്തു തന്നെയാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ശ്രദ്ധ വെക്കണം. ദൈവത്തോട് യുദ്ധം ചെയ്യാത്ത നല്ലൊരു ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഇതാ ആ കള്ളൻ പറയുകയാണ്, യേശുവേ എനിക്ക് നിന്റെ രക്ഷ വേണം, നീ യേശുവാണ്, നീ മഹാന, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നല്ല ചിന്തകൾ അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, പ്രഭാഷകൻ 5:15b, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീ സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി മാറരുത്. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ വിചാരിക്കുന്നതിൽ അധികമായി നമ്മുടെ ഉള്ളിൽ മോശത്വം കെട്ടിപ്പിണഞ്ഞ് കിടപ്പുണ്ട്. പ്രിയ യുവതി യുവാക്കന്മാരെ, നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലവരാണ്, എന്നാൽ നമ്മൾ അറിയാതെ നമ്മളെ നയിക്കുന്ന വികടബുദ്ധിയുടെ ആത്മാവുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നാശത്തിലേക്ക് തള്ളിയിടും. ദൈവത്തിൻ്റെ നന്മയിൽ നമ്മൾ അകറ്റിക്കളയും. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നേർക്കുനേർ നിനക്ക് പ്രത്യക്ഷപ്പെട്ടാൽ പോലും ആ യേശുവിൻ്റെ നന്മയോ യേശുവിലൂടെ രക്ഷയോ അനുഭവിക്കാൻ പറ്റാത്ത വിധം നിന്നെ നിത്യനാശത്തിലേക്ക് ബന്ധിച്ചിടുന്ന നാശത്തിൻ്റെ അരൂപിയാണ് വികടതയുടെ ദുരാത്മാവ്. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയം നുറുങ്ങി ഓരോ തരത്തിലുള്ള വികടബുദ്ധികളും കീടബുദ്ധികളും അന്ധകാരപീഠകളും ഒക്കെ വിട്ടുപോയി ഒരു തെളിഞ്ഞ കൃപയുടെ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുർബുദ്ധികളും ഓരോ തരത്തിലുള്ള വികടചിന്തകളും വിട്ടുപോയി വലിയ അഭിഷേകവും കൃപയും നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. ഈ നിമിഷം യേശുവേ എന്നിൽ ചേർന്ന് വാഴണമേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, എൻ്റെ രക്ഷിതാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. 2 കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അഭിഷേകങ്ങൾ നിറയുന്നു, സൗഖ്യങ്ങളെ കർത്താവ് വർഷിക്കുന്നു. അനേക ഹൃദയങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള വികടചിന്തകളും ദുർബുദ്ധികളെയും കർത്താവ് ആട്ടിപ്പായിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ, കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എന്നിൽ ചേർന്നു വാഴണമേ. എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എന്നിൽ ചേർന്നു വാഴണമേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, തകർന്ന ഹൃദയങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഓരോ കാലങ്ങളിൽ ദുർബുദ്ധിക്ക് അടിപൊളി ജീവിതങ്ങളെ കെട്ടുകഴിച്ച് വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ ചേർന്നു വാഴണമേ, എന്നിൽ ചേർന്നു